പ്രഭാഷണം ആരംഭിച്ചിരിക്കുന്നത്. Hoş geldiniz diyorum. Kendilerinin göreve başladıktan sonra ilk yurt dışı seyahatini Türkiye'ye gerçekleştirmesini her bakımdan çok anlamlı buluyorum. Bu müstesna ziyaretin Türkiye ile Vatikan arasındaki köklü ilişkilerin dostluk, işbirliği ve karşılıklı anlayış temelinde güçlenmesine katkı sağlamasını canı gönülden temenni ediyorum. Başta bu salondan yansıyanlar olmak üzere ziyaret boyunca Türkiye'den verilecek mesajların Türk İslam തുർക്കിയുമായിട്ടുള്ള dünyasına ബന്ധം tüm സുദൃഢമാക്കാൻ Hristiyan വേണ്ടി coğrafyasına ശക്തിപ്പെടുത്താൻ ulaşacağına, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് daha da artıracağına എർദോഗൻ പറയുകയാണ്. yürekten inanıyorum. പോപ്പ് ലിയോയുടെ യാത്രയിൽ ആദ്യത്തെ 2 സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ തമ്മിലുള്ള Küresel ബന്ധം olaylar കൂടുതൽ bağlamında ദൃഢപ്പെടും. son derece kritik bir വരുന്ന zamana എല്ലാ സന്ദേശങ്ങളും tekabül ediyor. İnsanlığın yön arayışının നാം കരുതുന്നത് küresel പ്രത്യാശയുടെ düzeyde belirsizliklerin arttığı പ്രത്യാശയിലൂടെയുള്ള ഒരു മുന്നോട്ട് പോക്കിന് കാരണമാകും. Latin Amerika'dan ഇത് Doğu രാജ്യങ്ങൾ Avrupa'ya തമ്മിലുള്ള പൊരുത്തപ്പെടലിനും gerilimlerin tırmandığı bir dönemde രാജ്യങ്ങൾ തമ്മിലുള്ള gerçekleşen ziyaretin tüm insanlık için hayırlara vesile olmasını ümit രാജ്യാന്തര ബന്ധത്തിനും കാരണമാകും. bugün verimli geçen ikili görüşmemizde ഏഷ്യ മുതൽ അമേരിക്ക വരെ ആഗോളതലത്തിൽ പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. beklentilerimizi മനുഷ്യരാശി മുഴുവനും ഈ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. münasebetlerimizin yanı sıra insanlığın ഈ സന്ദർശനം അവയ്ക്ക് പരിഹാരമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് എർദോഗൻ പറയുന്നു. zorlanan insanlara ഞങ്ങൾ തമ്മിൽ അഭിപ്രായങ്ങൾ കൈമാറി insanları göçe zorlayan sebeplerin ortadan kaldırılmasının da önemine dikkat çektik. Çatışmalar, ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് മാത്രമല്ല മറ്റ് വിഷയങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അതാണ് değişikliği gibi küresel മാനവികത നേരിടുന്ന പ്രശ്നങ്ങൾക്ക് കാരണം. ആളുകളെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ ഊന്നൽ നൽകി bir yaklaşım അവ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നോട്ട് പോക്കാണ് നാം ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. bahtiyarlık നീതിയുടെ അഭാവം പല കാരണങ്ങളാലുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം öncelikle bir hususun altını വലിയ വെല്ലുവിളിയായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. 3 kıtanın kalbinde doğu ile നമ്മൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റി പരസ്പര ധാരണ ഉണ്ടാക്കാൻ ലിയോ പാപ്പയുടെ ഈ സന്ദർശനം കാരണമാകട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. gibi ilhamını എനിക്ക് അടിവരയിട്ട് പറയാൻ സാധിക്കും, kartalından alan yüzü ve yönü പരസ്പര ധാരണയാലും doğuya hem പരസ്പര ബോധ്യത്താലും മുന്നോട്ട് പോകുന്ന ഒരു ബന്ധം വത്തിക്കാനും vatanımız olan നയതന്ത്രപരമായിട്ടുള്ള ബന്ധം വത്തിക്കാനും തുർക്കിയുമായി ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയിലാണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. mensup insanlar ഞാൻ പലപ്പോഴും പറയുന്നത് പോലെ ആവർത്തിക്കുന്നത് പോലെ olmadan özgürce yaşamıştır. ഞങ്ങൾ İstanbul'a, Hatay'a, Mardin'e പരസ്പര സൗഹൃദത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യമാണ് തുർക്കി. camilerle birlikte kilise ve കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും വശങ്ങൾ görürsünüz. ചേർന്ന് നിൽക്കുന്ന സവിശേഷമായ നിലപാടാണ് എനിക്കുള്ളത്. Kilisesi ve Neve Shalom Sinagogu, Trabzon'da Sümela Manastırı, Van'da Akdamar Müzesi ve daha nicesi. İşte bu ortak yaşam kültürümüzün tanıklarından sadece birkaçı. Göreve geldiğimiz 2002 yılından bu yana പരസ്പരം 100'e yakın kilise, അടുത്ത് manastır, മുഖംമൂടികളില്ലാതെ ibadethanenin restorasyonunu tamamladık. Bunların പ്രവർത്തിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന iştirak ettik. ഒരു സൗഹൃദം 5 ഉടലെടുക്കുമ്പോഴാണ് eseri açmayı അത് രാജ്യങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധത്തിന് കാരണമാകുന്നത്. dini, etnik farklılıkları bir ayrışma unsuru രാജ്യമെമ്പാടും 2022 മുതൽ ഞങ്ങൾ 100-ലധികം ആരാധനാലയങ്ങൾ bir insanın പുതുതായിട്ട് പണിയുന്നുണ്ട്. 100-ലധികം ആരാധനാ കേന്ദ്രങ്ങളിൽ ഞാൻ പങ്കെടുത്തു. ne olursa olsun ഈ പുനഃസ്ഥാപന പ്രക്രിയകളെല്ലാം തന്നെ ടർക്കി ജനത
vatandaşlar ടർക്കി ജനതയുടെ വൈവിധ്യം ആണ് എന്ന് പറയാൻ സാധിക്കും. ayrımcılığa maruz kalmasına വിഭജനത്തിൻ്റെ ഒരു ഘടകമല്ല ഇവിടെ തുർക്കിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. yaradılanı yaradandan ötürü seven, kainata sevgi ve മതപരമായ വ്യത്യാസമോ bakan മതപരമായിട്ടുള്ള tasavvur. വ്യതിയാനങ്ങളോ തുർക്കിയിലില്ല. Bakınız bundan ഈ രാജ്യത്തെ ഏതൊരാളും വിവേചനമില്ലാത്ത പൗരരായിട്ടാണ് ജീവിക്കുന്നത്. insanlığa nasıl sesleniyor? ഇവിടെ വിവേചനം ഞങ്ങൾ അനുവദിക്കുന്നില്ല. Bir göz ile bakmayan, എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കുക, കാരണം അവയെല്ലാം സൃഷ്ടാവാണ് നമുക്ക് തന്നിരിക്കുന്നത്. asidir. Aynı şekilde Hazreti Mevlana da Divan-ı Kebir'inde şöyle diyor: bütün insanlarda aynı ruh vardır. Fakat bedenler, tenler, yüz bin. എല്ലാ ജീവജാലങ്ങളോടും തുല്യമായ പരിഗണന Dünyada çeşitli diller, നമുക്കുണ്ടാകണം. lügatler var. Fakat hepsinin de anlamı birdir. അതിൽ കൂടുതലോ കുറവോ ഉണ്ടാകാൻ പാടില്ല. Kıymetli misafirim, മനുഷ്യരുടെയും ഇടയിൽ yüzyıllardır ഒരേ ആത്മാവാണുള്ളത്. farklı inançlara ait ibadethanelerin kandillerinin aynı semayı aydınlattığı Türkiye'yi ziyareti hem Maruna ülkemizin özel konumuna hem de ഒരേ ഒരു ortak കാര്യം değerlerimize dikkat çeken anlamlı bir vesiledir. Biz de farklı kültür ve medeniyetlerin bir arada yan yana ve huzur içinde yaşadığı bir tarihin mirasçıları olarak küresel barış ve istikrar ആത്മാവിലുള്ള ortamının പരിവർത്തനമാണ്. serpilmesi için üzerimize ne düşüyorsa yapıyoruz ve yapacağız. പരമ്പരാഗതമായ Medeniyetler çatışmasının ജീവിതശൈലിയുള്ള bir ഒരു dönemde മുന്നോട്ടു പോക്ക് തുർക്കിക്കുണ്ട്. ilk അത് adımını സമാധാനപരമാണ്. attığımız Birleşmiş Milletler çatısı altında ilerleyen medeniyetler സ്ഥിരതയോടെയുള്ള ittifakı girişimi സംഭാവന bu സമാധാനം hassasiyetimizin en somut രാജ്യം örneği. സംഭാവന ചെയ്യുന്നുണ്ട് ഇപ്പോൾ. 20. yılını geride bırakan 160'ı aşkın ülke ve kuruluşun mensubu olduğu Medeniyetler İttifakı'nın ulaştığı seviye sadece ülkemiz adına değil, tüm insanlık adına നമ്മുടെ çok രാജ്യത്തിന് sevindirici നാഗരികതയുടെ ve ഒരു umut verici. വലിയ സംഖ്യയുണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ പങ്കാളിത്തമുണ്ട്. Bugün de മൂർത്തമായി പ്രവർത്തിക്കുന്ന ഒരു çevremizdeki സംരംഭമാണിത്. çatışma, ആണത്. kriz ve 150-ലധികം zulümler സ്ഥാപനങ്ങൾ karşısında ഇതുമായി ബന്ധപ്പെട്ട് sorumluluk പ്രവർത്തിക്കുന്നു. alıyor. Kolay olanı değil. അതെനിക്ക് Zor olanı seçerek ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നുമാണ്. adalet ve istikrar için ഇക്കാരണങ്ങളാൽ ഞാൻ ഇക്കാര്യങ്ങളിൽ സന്തുഷ്ടനാണ് എന്ന് എർദോഗൻ പറയുന്നു. milli gelire oranla dünyada en fazla insani yardım എല്ലാ yapan പ്രതിസന്ധികളും ülkelerden ഞങ്ങൾ biriyiz. ഏറ്റെടുക്കുന്നു. 13,5 yıl boyunca നമുക്ക് ഇക്കാര്യങ്ങളിൽ 3,6 ഉത്തരവാദിത്വ milyona aşkın ബോധമുണ്ട്. Suriyeli kardeşimize ev sahipliği yaptık. Suriye'de olduğu gibi ഇക്കാര്യങ്ങളിൽ ഉത്തരവാദിത്വം Ukrayna'da ഏറ്റെടുത്തുകൊണ്ട് da തന്നെ savaştan kaçan mültecilere മുന്നോട്ട് പോകാൻ bilhassa ആഗ്രഹിക്കുന്നു. savaş mağduru çocuklara kapımızı açtık. സൗഹൃദപരമായ ജീവിതശൈലി അനുവർത്തിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് തുർക്കി. Esir ve cenaze takaslarına tarafları ortak bir zeminde buluşturan pek çok adım attık. സിറിയയിൽ നിന്നുള്ള Son günlerde Rusya അഭയാർത്ഥികളെ പറ്റി അദ്ദേഹം പറയുന്നു. sonlandırmaya dönük hareketliliği yakından takip ediyor. യുദ്ധം മൂലം ഓടിപ്പോയ അല്ലെങ്കിൽ നാടുകടത്തപ്പെട്ട എല്ലാ അഭയാർത്ഥികളെയും ഇവിടെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ വാതിലുകൾ തുറക്കുന്നതിലും ഞങ്ങൾ വിമുഖത കാട്ടിയിട്ടില്ല. അഭയാർത്ഥികൾക്ക് ഒരു മധ്യസ്ഥനോടൊപ്പം മധ്യസ്ഥനെ ഞങ്ങൾ സംഭാവന ചെയ്തു. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള മധ്യസ്ഥത ഞങ്ങൾക്ക് കഴിയുന്നിടത്തുള്ള പിന്തുണ നൽകാൻ ഞങ്ങൾ ശ്രമിച്ചു. സമാധാനത്തിന്റെ സംഭാഷണത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ശാന്തിക്ക് വേണ്ടിയും ഞങ്ങൾ മുന്നോട്ട് പോവുകയും അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. Çok değerli dostlar, bölgemizdeki kalıcı barış ikliminin kalbinde Filistin meselesi vardır.
çoğu çocuk ve kadın, യുദ്ധം കൊണ്ട് 70.000'den യുദ്ധം fazla കൊണ്ടും രക്തം കൊണ്ടും Gazze'linin ലോകത്തെ katledildiği മലിനമാക്കുന്നത് 2 yılı ശരിയല്ല. aşkın süren ലോകം saldırılarda ഈ bu വാക്യത്തെക്കുറിച്ച് acı hakikate ഇക്കാര്യത്തെ bir kez ഞാൻ daha ഓർമ്മിപ്പിക്കാൻ şahit ആഗ്രഹിക്കുന്നു. İsrail hükümeti aralarında നമ്മുടെ kiliselerin, മേഖലയിൽ സമാധാനം നിലനിൽക്കാൻ വേണ്ടി ഞാൻ hastanelerin, പ്രയത്നിക്കുകയാണ്. okulların da olduğu sivil പാലസ്തീൻ yerleşim പ്രശ്നത്തിൽ yerlerini വലിയൊരു ചോദ്യം ഉയരുകയാണ്. അവിടെ ചോദ്യമുണ്ട്. İsrail'in 70,000-ത്തിലധികം വരുന്ന vurduğu പാലസ്തീനികൾ ibadethanelerden biri de Gazze'deki tek Katolik kilisesi olan kutsal പലസ്തീനികളാണ് അവിടെ aile യുദ്ധത്തിൽ kilisesiydi. യാതനകൾ അനുഭവിക്കുന്നത്. Kendilerine bu vesileyle tekrar ആരാണ് geçmiş ഈ olsun dileklerimi ആക്രമണങ്ങൾക്ക് തുടർച്ച iletiyorum. നൽകുന്നത്? Saygıdeğer misafirimiz ve seleflerinin özellikle സിറിയയിൽ Filistin സ്കൂളുകളും meselesine ആശുപത്രികളും yönelik പള്ളികളും പോലും അവർ dirayetli ആക്രമിക്കുന്നു. duruşlarını daima എന്തുമാത്രം takdirle വിഷമത്തിലൂടെയാണ് സിറിയൻ ജനത karşıladığımızı കടന്നുപോയത്. İnsanlık ailesi olarak ഹോളി ഫാമിലി ഇടവകയെ അവർ ആക്രമിച്ചു. en büyük borcumuz adalettir. Bu borcu ödemenin yolu ise 1967 sınırları temelinde 2 devletli çözüm vizyonunu bir an önce hayata geçirmektir. Bunun için öncelikle Gazze'de varılan ateşkesin tahkim edilmesi, sivillerin güvenliğinin teminat altına alınması നീതിക്ക് വേണ്ടി ve insani എന്നും നിലനിൽക്കാൻ yardımların kesintisiz biçimde Gazze'ye തുർക്കി തയ്യാറാണ്. ulaştırılması gerekiyor. Aynı şekilde അടിസ്ഥാനപരമായി Kudüs-ü Şerif'teki യുദ്ധങ്ങൾ ചെയ്യുന്ന tarihi രാജ്യങ്ങൾ തമ്മിൽ statükonun പരിഹാരം korunması കണ്ടെത്താൻ çok önemli. ഞങ്ങൾ മുൻകൈയെടുക്കാനും തയ്യാറാണ്. Doğu Kudüs'ün tarihi kimliğine സാധാരണക്കാരുടെ zarar സുരക്ഷയും verecek സുരക്ഷിതത്വവും her türlü ഉറപ്പാക്കാൻ mütecaviz eyleme karşı birlikte അന്താരാഷ്ട്ര hareket etmeyi sürdüreceğimize inanıyorum. Burada şunu da ഇടപെടലുകൾ ifade etmekte ഉണ്ടാകണമെന്നും fayda görüyorum. എർദോഗൻ തന്റെ Türkiye അഭിസംബോധനയിൽ ആവശ്യപ്പെടുകയാണ്. %99'u Müslüman bir ülke olarak Hristiyan topluluklar dahil tüm inançlara saygıyı her yerde teşvik etmektedir. Ülkemizle birlikte tüm bölgemizde mabetlerin, tarihi കിഴക്കൻ eserlerin, ജെറുസലേം ആക്രമണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. inanca dayalı kadim mirasın korunmasına büyük önem atfediyoruz. Komşumuz Suriye'nin uzun yıllardır süren çatışmaların ardından farklı inanç, kültür, mezhep ve etnik kökenlerin barış içinde yaşadığı bir ülke yolunda attığı adımları ഞങ്ങളുടെ destekliyoruz. രാജ്യത്തിന്റെ ചരിത്ര അവശേഷിപ്പുകൾ എല്ലാം Uluslararası പൈതൃകപൂർവവും toplumun Suriye'yi അഭൂതപൂർവവുമാണ് yalnız സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. bırakmaması yönünde yaptığı çağrıyı സിറിയയിലെ നമ്മുടെ അയൽക്കാരും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് Şurası bir തുടക്കം gerçek കുറിച്ചിരിക്കുന്നു. ki tahammülsüzlük çatışmayı, çatışmada ayrışmayı, nefreti ve şiddeti besler. വ്യത്യസ്തതരം ആളുകൾ Batıda giderek ഒരുമിച്ച് tırmanan വ്യത്യസ്തതയോടെയും സൗഹാർദ്ദപൂർവവും ജീവിക്കുന്ന ഒരു രാജ്യമായി bu kısır തുർക്കി döngünün മാറുന്നു. birer tezahürüdür. Medya, sosyal medya ve popülist siyasetçiler നിർഭാഗ്യവശാൽ Müslümanlara yönelik ırkçı ve ayrımcı algıyı bilerek നന്മ ya da കൊണ്ടുവരുന്ന bilmeden നമ്മെ körüklemektedir. മാധ്യമങ്ങൾ സംഘർഷവും ഭിന്നതയും കൊണ്ട് നിറയ്ക്കുന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. Bu hassas meselenin വിദേശ രാജ്യങ്ങളുടെ ശത്രുത അതിലൂടെ നമുക്ക് ulaşma ihtimalini നമ്മെ göz തേടിയെത്തുകയാണ്. önünde bulundurmalıyız. നിർഭാഗ്യവശാൽ സോഷ്യൽ Türkiye മീഡിയയും അക്കാരണങ്ങൾ uzun süredir bu tehdit പ്രചരിപ്പിക്കുന്നുണ്ട്. ve tehlikeye മനഃപൂർവമായും അല്ലാതെയുമാണ് അവർ ഈ വിവേചനം Katolik വളർത്തുന്നത്. Kilisesi'nin İkinci Vatikan ഇത് Konsili വളരെയേറെ sonrasında സൂക്ഷ്മമായ ഒന്നാണ്. diğer dinlerin mensuplarıyla iyi ilişkiler geliştirme anlayışını നമ്മൾ ഇക്കാര്യത്തിൽ bu bakımdan വളരെ ശ്രദ്ധാലുക്കളാകണം. önemsiyoruz. Müteveffa Papa Fransua'nın ഞങ്ങൾ ഇക്കാര്യത്തിൽ എപ്പോഴും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ലോകത്തിനും രാജ്യത്തിനും നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നു. കാരണം ഇക്കാരണത്താൽ രാജ്യങ്ങൾ തമ്മിലുള്ള ഡയലോഗ് നഷ്ടപ്പെടുകയാണ്. പരിശുദ്ധ സിംഹാസനത്തിന്റെ ശ്രമങ്ങൾ ഞാൻ ഇത്തരണത്തിൽ വളരെ സൗഹാർദ്ദപരമായാണ് എടുക്കുന്നത്. ഇക്കാര്യത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ച നല്ല നിലപാടുകൾ വളരെ പ്രധാനമായിരുന്നു.
ailenin korunmasına yönelik അങ്ങയുടെ മുൻഗാമിയായ ഫ്രാൻസിസ് പാപ്പയെ പോലെ തന്നെ büyük bir memnuniyetle takip ediyorum. അങ്ങും Şunu hepimiz ഇക്കാരണങ്ങളിൽ çok iyi biliyoruz. Cenab-ı Allah സൗഹാർദ്ദപരമായ നിലപാടുകൾ എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് എൻ്റെ ആഗ്രഹവും. തുർക്കിയിലെ പ്രധാനപ്പെട്ട ചില ആരാധനാലയങ്ങൾ പാപ്പ സന്ദർശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ ഞാൻ സന്തോഷവാനാണ്. aileyi koruyamazsak bireyi koruyamayız. Bireyi koruyamazsak insan olma bilincini muhafaza edemeyiz. Bu anlamda hepimize çok önemli görevler düştüğünü bugün bir kez daha ifade etmek istiyorum. Şüphesiz ortak yanlarımız, benzer yanlarımız, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ആളുകളെ എങ്ങനെ സംരക്ഷിക്കും എന്ന് ഞാൻ ചോദിക്കുകയാണ്. സംരക്ഷിക്കുക എന്നത് ഒരു സംരക്ഷണയുടെ കവചമായി മാറുക എന്നതാണ്. വ്യത്യസ്തമായ ഈ സംരക്ഷണത്തെ, ഈ പ്രതിഭാസത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ കടമയാണ്. പൊതുവായ നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും അതിലോട്ടൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും പ്രശ്നമില്ല. നാം എല്ലാവരും മനുഷ്യരാണ്. അതിനാൽ നമ്മൾ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. Peygamber Efendimiz Aleyhissalatu vesselam insanlara merhamet നമ്മൾ etmeyene ദൈവത്താൽ ഇവിടെ ആയിരിക്കുന്നു. merhamet etmez buyuruyor. Merhamet üzerinde നമുക്ക് ശേഷവും കൂടുതൽ തലമുറകൾ വരുമെന്ന് നാം അറിഞ്ഞിരിക്കണം. bir sürecin തലമുറകൾ നമ്മിൽ നിന്നാണ് നന്മ എടുക്കേണ്ടത്. diğer insanlara നമ്മിൽ നിന്നെടുക്കുന്ന നന്മ വ്യാജമായി പോകാതിരിക്കാൻ ശ്രമിക്കുക. വ്യാജ പ്രവാചകന്മാരുടെ നന്മ ഒരിക്കലും അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകരുത്. Bu ziyareti ortak zeminimizi güçlendiren çok önemli bir adım olarak değerlendiriyorum. Bu düşüncelerle Katolik aleminin ruhani lideri, Vatikan Devlet Başkanı Papa 14. Leo'ya nazik ziyaretleri için şahsım, milletim adına teşekkür ediyorum. പാപ്പയുടെ ഈ സന്ദർശനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഒരു പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണെന്നും എർദോഗൻ പറഞ്ഞു വയ്ക്കുന്നു. ഭാവിക്ക് വേണ്ടിയും മനോഹരമായ ഒരു ജനതയ്ക്ക് വേണ്ടിയും മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഒരിക്കൽ കൂടി ലിയോ പാപ്പയെ തുർക്കിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വളരെ മനോഹരമായൊരു പ്രസംഗമാണ് തുർക്കി പ്രസിഡന്റ് തയ്യിബ് എർദോഗൻ നടത്തിയത്. പാപ്പയെ സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം രാജ്യങ്ങൾ തമ്മിലുള്ള ഡയലോഗ്, സൗഹാർദ്ദപരമായിട്ടുള്ള രാജ്യങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിലവിൽ തുർക്കി രാജ്യത്തുള്ള വിവിധ വിഷയങ്ങൾ, തുർക്കിയുടെ മനോഭാവം, തുർക്കിയെ ഒരു വല്ലാത്ത രാജ്യമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രചരിപ്പിക്കുന്നതിനെതിരെയും എർദോഗൻ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രസംഗം നടത്തിയത്. തുടർന്ന് ലിയോ 14